വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കനത്ത മഴ തുടരുന്നുണ്ട്. വലിയ തരത്തിലുള്ള പുന്നപ്പുഴയിലൂടെ കുത്തൊഴുക്ക് തുടരുകയാണ്. വലിയ കല്ലുകൾ താഴേക്ക് പുഴയിലൂടെ ഒഴുകി വന്നു എന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടാക്കി. അതോടൊപ്പം തന്നെ പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയതും ആശങ്കയുണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ചൂരൽമലയ്ക്കരികിൽ നിന്നാണ് ജോഷില ചേരുന്നത്. ജോഷില, നിലവിൽ ഏതെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിയേണ്ടത് ആ 100 തൊഴിലാളികളെ ഇപ്പരെ കരയ്ക്ക് ബെയിലി പാലത്തിന് ഇപ്പുറത്ത് എത്തിച്ചോ? അവർ സുരക്ഷിതരാണോ? നേരത്തെ തന്നെ വിവരങ്ങൾ ലഭ്യമായി അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? സിജു, പകുതി പേരെ പുറത്തേക്ക് എത്തിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ പകുതിയോളം പേർ ഇക്കരയ്ക്ക് എത്തിച്ചേർന്നു, ചൂരൽമലയുടെ ടൗണിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഏറെ ആശ്വാസകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയേറെ ആശങ്കയ്ക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. പുന്നപ്പുഴ ഗതിമാറി ഒഴുകി എന്നതൊഴിച്ചാൽ വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, അവിടേക്ക് ആളുകൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയമാണ് ആളുകളെ ഇത്തരത്തിലേക്ക് ആശങ്കയിലേക്ക് എത്തിച്ചത്. രാവിലെ പോയവരാണ് തോട്ടം തൊഴിലാളികൾ. അവരെ ഉടനെ തന്നെ വിവരം അറിയിച്ചു. ബെയിലി പാലത്തിന്റെ അടുത്തു നിന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൂടെ ഈ റോഡിലൂടെ അടക്കം വെള്ളം കുത്തിയൊഴുകുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഗതാഗത സംവിധാനം തടസ്സപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏത് മേഖലയാണ്? ഇപ്പോൾ കാണുന്നത് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുകയാണ്. പുന്നപ്പുഴ യിൽ നിന്നുള്ള നീരൊഴുക്കാണ്, ശക്തമായ നീരൊഴുക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ തരത്തിൽ തന്നെ ശക്തമായ നീരൊഴുക്ക് അവിടെ തുടരുകയാണോ ജോഷില? ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്? നീരൊഴുക്ക് തന്നെയാണ്. മുണ്ടക്കയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുണ്ടക്കയിലെ റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുണ്ടക്കൈ നേരത്തെ ഉരുൾപൊട്ടി ഒഴുകിയ മേഖലയിലെ റോഡ് ആണ് നമ്മൾ കാണുന്നത്. ആ ഭാഗത്തേക്ക് കൂടി വെള്ളം, അതായത് പുന്നപ്പുഴയിൽ നിന്നും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ സൂചിപ്പാറയിലും വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ശക്തമായി ണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ന് വരെ വലിയ തോതിൽ സൂചിപ്പാറയിൽ ശക്തമായ രീതിയിൽ സൂചിപ്പാറയിൽ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പുന്നപ്പുഴയിൽ നിന്നും അവിടേക്ക് എത്തിച്ചേരുന്ന മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വെള്ളമാണ്. എന്നാൽ പോലും പുന്നപ്പുഴ ഗതിമാറി ഒഴുകുന്നു എന്നുള്ളത് ഒരു ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം അവിടെ മുണ്ടക്കൈ ഭാഗവുമായുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി വിച്ഛേദിക്കപ്പെടും. ബെയിലി പാലത്തിന് അതിനു മുൻപ് തന്നെ ബെയിലി പാലത്തിന് ഇപ്പുറത്തേക്ക് അവിടെയുള്ള എല്ലാ ആളുകളെയും തോട്ടം തൊഴിലാളികൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പകുതിയോളം ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അവിടെ പോലീസും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും എത്തിയിട്ടുണ്ട്, സന്നദ്ധ പ്രവർത്തകർ അടക്കം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതിയോളം പേരെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. രാവിലെ ജോലിക്ക് പോയ തൊഴിലാളികളാണ് അവിടെ കുടുങ്ങിയത്. അവരെയൊക്കെ തന്നെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇടയ്ക്ക് വലിയ തോതിൽ മഴ പെയ്യുന്നത് മാത്രമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. എന്നാൽ പൂർണ്ണമായി മഴ നിൽക്കുന്ന ഒരു ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മഴ നിലക്കാതെ പെയ്താൽ മാത്രമേ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധ്യതയില്ല. മാത്രമല്ല, ആളുകൾ ഭയപ്പെടുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ചേറിന്റെ മണം, ഇതൊക്കെ തന്നെയാണ് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കിയത്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ, ഉൾവനങ്ങളിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാകാനുള്ള കാരണം അതായിരുന്നു. എന്തായാലും ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ ആളുകളുടെ ജീവൻ മാത്രമാണ് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ട്. പകുതി പേരെ ഇക്കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കുറച്ചു പേരെ മാത്രമേ അത് ഏതാനും മണിക്കൂറുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റാർക്കും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചൂരൽമലയ്ക്ക് സമീപമുള്ള പ്രദേശമാണ്. റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ്. അതോടൊപ്പം തന്നെ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പുന്നപ്പുഴ കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. വലിയ തരത്തിൽ കനത്ത മഴ ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നുണ്ട്. പക്ഷേ മഴ എത്രത്തോളം ശക്തമാണ്, നീരൊഴുക്ക് എത്രത്തോളം ശക്തമാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വലിയ തരത്തിൽ ആളുകളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത് കൊണ്ട് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ എന്നാൽ പോലും ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഏതായാലും ഈ ചൂരൽമലയിലടക്കം
വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. 100-ലേറെ തോട്ടം തൊഴിലാളികളിൽ പകുതി പേരെ ഇപ്പോൾ ബെയിലി പാലം കടത്തി ഇക്കരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ജോഷില പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യം ഏറ്റവും പുതിയ ദൃശ്യമാണ്. കുണ്ടക്കയിൽ നിന്നുള്ള പുന്നപ്പുഴയുടെ നീരൊഴുക്ക് കുത്തിയൊഴുകുകയാണ്. ഇപ്പോൾ ജോഷില ഒരിക്കൽ കൂടി ചേരുകയാണ്. ജോഷില, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു എത്ര കനത്ത മഴയാണ്, എത്ര ശക്തമായ മഴയാണ് അവിടെ പെയ്യുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അല്പം ശ്രമിച്ചിട്ടുണ്ട് സിജു. വെയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശങ്കമായ കാര്യം. എന്തായാലും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല. അങ്ങനെ ഒരു ആശങ്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വെയിൽ ഇതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഉൾവനത്തിൽ മഴ ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സാധിച്ചാൽ അത് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. മറ്റ് പ്രകൃതിപരമായ കെടുതികൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഈ ഒരു സമയത്ത് വെയിലുദിച്ചു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. തുടർച്ചയായി ചാറ്റൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്തരമൊരു ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളൂ. നേരത്തെ ഉണ്ടായ ഒരു ഭൂചലനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തുണ്ടായ